ഡൽഹിയിലെ പ്രശാന്ത് വിഹാറിൽ സ്ഫോടന ശബ്ദം കേട്ടെന്ന് തദ്ദേശവാസികൾ. പ്രശാന്ത് വിഹാറിലെ PVR സിനിമയ്ക്ക് സമീപത്താണ് സ്ഫോടനം. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ സ്ഥലത്ത് എത്തി പരിശോധന ആരംഭിച്ചു. അർജുൻ പീതാംബരൻ നൽകും വിവരങ്ങൾ. അർജുൻ, ഏകദേശം രാവിലെയോട് 11 മണിക്ക് ശേഷമായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം നടത്തിയ പരിശോധനകളും പോലീസിന്റെയും മറ്റ് സേനാ സംവിധാനങ്ങളുടെയും ഒക്കെ തന്നെ പരിശോധനകളിലൊക്കെ എന്താണ് സ്ഥിരീകരിക്കാനാകുന്നത്? പ്രജീഷ് 11:45 കൂടിയാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. നമുക്കിപ്പോൾ തത്സമയ ദൃശ്യം കാണാനായിട്ട് സാധിക്കും. അവിടെ പോലീസിന്റെയും NSTയുടെയും വാഹനങ്ങൾ കാണാം. ആ വാഹനങ്ങൾക്ക് തൊട്ട് വലതുവശത്തായിട്ട് ഒരു പാർക്ക്, ആ പാർക്കിന്റെ മതിലിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇന്റൻസിറ്റി കുറവായിരുന്നു, തീവ്രത വളരെ കുറവായിരുന്നു. മാത്രമല്ല ഈ സമീപത്തെല്ലാം തന്നെ ഒരുപാട് കടകളെല്ലാം തന്നെ കടകളുണ്ടായിരുന്നു. വാഹനങ്ങൾ നിർത്തിയിട്ടതെല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവയ്ക്കൊന്നും തന്നെ ഒരു കേടുപാടുകളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല, നാശനഷ്ടങ്ങളോ ഒന്നുമില്ല. അതായത് തീവ്രത നന്നേ കുറവായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് NSTയും ഈ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സ്ക്വാഡും ബോംബ് സ്ക്വാഡ് അടക്കമുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ള ഒരു വെള്ള നിറത്തിലുള്ള പൊടി അത് ഈ പരിസരത്ത് നിന്നും, ഈ സ്ഫോടനം നടന്ന മതിലിന് ഓരത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രശാന്ത് വിഹാർ സ്ഫോടനം വെള്ള നിറത്തിലുള്ള പൊടി എന്നെല്ലാം പറയുമ്പോൾ ഒരു കണക്ഷൻ ഉണ്ട്. കൃത്യം ഒരു മാസം മുൻപാണ് പ്രശാന്ത് വിഹാറിലെ തന്നെ CRPF സ്കൂളിന്റെ മതിലിൽ സമാന രീതിയിലൊരു സ്ഫോടനം ഉണ്ടായത്. അതിന്റെ അന്വേഷണം പൂർത്തിയായിട്ടില്ല, അല്ലെങ്കിൽ ആരാണ് സ്ഫോടനം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയായിട്ടും എന്തായാലും ലഭിച്ചിട്ടില്ല ആർക്കും. അതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും പ്രശാന്ത് വിഹാറിൽ തന്നെ ഒരു സ്ഫോടനം ഉണ്ടാകുന്നത്. അതും ഒരേ രീതിയിൽ പ്രവൃത്തി ദിവസമാണ് എന്നുള്ള വ്യത്യാസമുണ്ട്. എന്തായാലും ഈ സമീപത്തടക്കം നമുക്ക് നിരവധി കടകൾ കാണാം. ഇവയെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. 2 വട്ടം സ്ഫോടന ശബ്ദം കേട്ടു എന്നുള്ള കാര്യമാണ് പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ അതിന്റെ കുറവായതുകൊണ്ട് ആളുകൾക്ക് പോലും പരിക്കേറ്റിട്ടില്ല. അതുപോലെ തന്നെ മറ്റു നാശനഷ്ടങ്ങളോ ഒന്നുമില്ല. ബോംബ് സ്ക്വാഡും അതുപോലെ തന്നെ ഈ ഡോഗ് സ്ക്വാഡും NSGയുടെ സംഘങ്ങളും അടക്കം എത്തി ഇപ്പോൾ ഒരു വിശദമായിട്ടുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിൽ അട്ടിമറിയുണ്ടോ എന്നുള്ള തരത്തിലടക്കം. കാരണം ഖലിസ്ഥാൻ വാദികളിലേക്കടക്കം, ഖലിസ്ഥാൻ സംഘടനകളിലേക്കടക്കം ഈ അന്വേഷണം പോയതാണ് പ്രശാന്ത് വിഹാറിലെ തന്നെ കഴിഞ്ഞ മാസത്തെ സ്ഫോടനത്തിൽ. അതുപോലെ തന്നെ ആ അന്വേഷണം എവിടെയും എത്താത്തൊരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുക എന്നുള്ളൊരു നടപടിയിലേക്കാണ് എന്തായാലും ഇപ്പോൾ പോലീസും NSTയും കടന്നിരിക്കുന്നത്. NIAയുടെ സഹായം കൂടി ഡൽഹി പോലീസിന് ലഭിക്കും. അവരും അൺഒഫീഷ്യലായിട്ട് എന്തായാലും പോലീസിനെ സഹായിക്കും ഈ അന്വേഷണത്തിൽ എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാവുന്നത്. ഇതിന് തൊട്ട് ബാക്കിലായിട്ടാണ് ആ നേരത്തെ പറഞ്ഞ PVR തിയേറ്റർ ഉള്ളത്. അവിടെ നിന്നും 100-50 മീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ ഈ തീവ്രത കുറവായത് തന്നെയാണ് വലിയ അപകടം അത് ഒഴിവാക്കാൻ കാരണമായി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. എന്തായാലും ഇപ്പോൾ വലിയ പരിശോധന നടക്കുന്നു. നമുക്ക് വരും മണിക്കൂറുകളിൽ ഇതിനെ കൃത്യമായിട്ടും എന്താണ് ഇതിൻ്റെ ഒരു കോസ്, അല്ലെങ്കിൽ എന്താണ് സ്ഫോടനം ഉണ്ടായെന്നുള്ള കാര്യകാരണമടക്കം മനസ്സിലാക്കാൻ സാധിക്കും. പോലീസിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുമെന്നുള്ള കാര്യത്തിലടക്കം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രജീഷ്.